ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മസാല ദോശയാണ്. മസാല ദോശയ്ക്കായിട്ടുള്ള ദോശമാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലക്കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കാം. മസാല ദോശ ഉണ്ടാക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ആദ്യം കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി ഇതുപോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി സവാളയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1 സവാള മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് 2ൻ്റെ തൊലി കളഞ്ഞ് നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ ഇതുപോലൊരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചേർക്കാനുള്ള മസാലയൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനി ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും, അതാണ് താമസിച്ചത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തതുണ്ട്, അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റ് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന പോലൊക്കെ ഒരു ബ്രൗൺ കളർ നല്ലപോലെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവത്തില്ല, അത്രയും നമുക്ക് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് മാവ് ഒഴിച്ച് കനം കുറച്ച് നമുക്ക് പരത്താവുന്നതാണ്. ഇത് ചെറിയ പാൻ ആയതുകൊണ്ട് വലുതായിട്ട് നിങ്ങൾക്ക് എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ വലിയ ദോശക്കല്ലിൻ്റെ പാനാണെങ്കിൽ ഇനി ഇതുപോലെ ബബിൾസ് ഒക്കെ ഒന്ന് വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു സൈഡൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കാൻ. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്.
ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണേലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കി എടുക്കാവുന്നതാണ്. രണ്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ കോണായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് മടക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവിൻ്റെ സോഫ്റ്റ് ആവാനുള്ള ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. സാമ്പാറിൻ്റെ വീഡിയോയും ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.